നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ ചിത്തിരാരയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേരുന്ന തുലാം രാശിക്കാരെ പറ്റിയാണ് 2021 ജനുവരി മുതൽ അടുത്ത 2022 ജനുവരി വരെ നിങ്ങൾക്കെങ്ങനെ എന്തൊക്കെ പരിഹാരങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുമാണ്. തുലാം രാശി ശുക്രൻ്റെ രാശിയാണ്. മീനൻ രാശിയിൽ ശുക്രൻ ഉച്ചത്തിലും കന്നി രാശിയിൽ ശുക്രൻ നീചവുമാണ്. ഈ വർഷം മുഴുവനായിട്ട് ശനി മകരൻ രാശിയിലാണ്, നിങ്ങളുടെ 4ാമത്തെ രാശിയിൽ. രാഹു ഈ വർഷം മുഴുവനായിട്ട് ഇടവൻ രാശിയിലാണ്, നിങ്ങളുടെ 8ാമത്തെ രാശിയിൽ. കേതു ഈ വർഷം മുഴുവൻ വൃശ്ചികൻ രാശിയിലാണ്, അത് നിങ്ങളുടെ 2ാമത്തെ രാശിയാണ്. വ്യാഴം കുറച്ച് സമയം നിങ്ങളുടെ 4ാം രാശിയിലാണ്, കുറച്ച് സമയം നിങ്ങളുടെ 5ാമത്തെ രാശിയിലും. ജനുവരി മുതൽ ഏപ്രിൽ 6 വരെ വ്യാഴം നിങ്ങളുടെ 4ാം ഭാവത്തിൽ ശനിയുടെ കൂടെ മകരൻ രാശിയിലും. ഏപ്രിൽ 6 മുതൽ സെപ്റ്റംബർ 15 വരെ വ്യാഴം കുംഭൻ രാശിയിലോട്ട് മാറും, അത് നിങ്ങളുടെ 5ാമത്തെ രാശിയാണ്. സെപ്റ്റംബർ 15 മുതൽ നവംബർ 20 വരെ തിരിച്ച് വ്യാഴം വീണ്ടും മകരൻ രാശിയിലോട്ട് വരും, നിങ്ങളുടെ 4ാം ഭാവത്തിലോട്ട്. പിന്നെ നവംബർ 20 ശേഷം വ്യാഴം എപ്പോഴും 5ാം രാശിയിൽ തന്നെയാണ്. അതുപോലെ മറ്റുള്ള ഗ്രഹങ്ങളും ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഈ വർഷം. തുടക്കത്തിൽ നിങ്ങൾക്ക് അത്ര നല്ല സമയമല്ല. നിങ്ങൾക്ക് മാർച്ചിന് ശേഷം കുറേ മാറ്റങ്ങൾ വരും. പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും, ചിലവ് വർദ്ധിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വർഷമാണ് നിങ്ങൾക്ക് ഈ വർഷം. മൊത്തത്തിലൊരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 4ലുള്ള ശനി നിങ്ങൾക്ക് അത്ര നല്ലതല്ല. കുടുംബത്തിൽ കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. അമ്മമാർക്ക് ടെൻഷൻ, അസുഖങ്ങളൊക്കെ വരും. അതുപോലെ വീട്, വാഹനം ഇവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കാര്യം സാധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയും നവംബറിന് ശേഷവും നല്ല സമയമാണ്. ഈ സമയത്ത് ഉയർന്ന വിദ്യാഭ്യാസം, പുതിയ ജോലി, ബിസിനസ്, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് എല്ലാം ശ്രമിക്കാവുന്നതാണ്. നല്ല സമയമാണ്. പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ്. പഠനത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ പറ്റും. പിന്നെ 8ലുള്ള രാഹു എല്ലാ കാര്യങ്ങളും ആദ്യം ഒരു തടസ്സമുണ്ടാക്കും നിങ്ങൾക്ക്. പാർട്ട്ണർഷിപ്പ്, ബിസിനസ് തുടങ്ങാനും ഒക്കെ മാർച്ചിന് ശേഷം ഏറ്റവും നല്ല സമയമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായി വളരെ മെച്ചപ്പെടും. ഈ വർഷം എടുത്തു ചാടി ഏതൊരു കാര്യവും ചെയ്യരുത്. ആരോഗ്യപരമായി ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാ ദോഷത്തിനും പരിഹാരമായി ശനിയാഴ്ച ഉപവസിക്കുക. അതുപോലെ ശനിപ്രീതി വരുത്തുക, ശനീശ്വര മന്ത്രങ്ങൾ ചൊല്ലുക. ഓം സർപ്പഭ്യോ നമഃ 11 തവണ ചൊല്ലുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്